ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഓമയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നിന്ന് കമ്പിട്ട് കുത്തി കസർത്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. മുകളിൽ നിന്ന് കൈ എത്തി പറിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഓമയ്ക്ക ഇതേപോലെ കട്ട് ചെയ്ത് അരിഞ്ഞെടുത്ത് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നും നമ്മൾ തോരനല്ലേ വെക്കുന്നത്, എന്ന് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാവേ. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഓമയ്ക്ക ഇട്ട് കൊടുത്തു. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാമേ. ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓമയ്ക്കയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലേശം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ലേശം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുരുമുളക് ചതച്ചതോ അല്ലെങ്കിൽ കാന്താരി ചതച്ചതോ ചേർത്ത് കൊടുക്കാം. ഓമയ്ക്ക ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓമയ്ക്ക വയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ മെഴുക്കുവരട്ടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.